നഗരം റിപ്പബ്ലിക് ദിനത്തിൽ ലഭിച്ച അവധിയുടെ ആലസ്യത്തിലാണ്. എന്നാൽ ഇവിടെ യുവാക്കൾ ഒരു ട്രഷർ ഹണ്ടിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് വെറും ട്രഷർ ഹണ്ടല്ല, ട്രാഫിക് അവയർനെസ് ആണ് ഈ ട്രഷർ ഹണ്ടിന്റെ ഉദ്ദേശം. ലെറ്റ് us see how it's going to be. റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച ടൈറ്റാൻ ആണ് ഇങ്ങനെ ഒരു ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ബൈക്ക് റൈഡേഴ്സ് ആണ് ഈ ഷോയിൽ പങ്കെടുത്തത്. ബൈക്ക് റൈഡിംഗിൽ ഹരമുള്ള നിരവധി പെൺകുട്ടികളും ഈ ഷോയ്ക്ക് എത്തിയിരുന്നു. വൈറ്റ്ലയിലെ ഗോൾഡ് സൂക്കിൽ നിന്ന് ആരംഭിച്ച ഈ ട്രഷർ ഹണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഷംസു ഇല്ലിക്കലാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. എത്ര വേഗത്തിൽ ബൈക്ക് ഓടിച്ചാലും ഈ മത്സരത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തേണ്ട നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതും എളുപ്പമുള്ളതായ കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. അത് കൊച്ചിയുടെ പല ഭാഗങ്ങളിലായിട്ട് അവർ പോയി ആ ക്ലൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു വേറൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടാവും. അതും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ലെറ്ററിൽ കൊടുത്തിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സീൽ കിട്ടും. ആ സീലുമായി 5:30 മുമ്പ് ഒബ്രോമൗണ്ടിൽ അവർ എത്തിക്കഴിഞ്ഞാൽ അവർ പ്രൈസിന് അർഹരാണ്. ഈ എല്ലാ ക്ലൂവും ഫിനിഷ് ചെയ്ത് ആദ്യം ഒബ്രോണിൽ എത്തുന്ന ആളാണ് വിജയ്. ഈ ക്ലൂവിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ പരക്കം പായുന്ന ബൈക്കേഴ്സിനെയാണ് ഞങ്ങൾ പിന്നീട് കണ്ടത്. വൈറ്റ്ലയും സൗത്തും മേനകയും മെറൈൻ ഡ്രൈവും എല്ലാം പിന്നിട്ട് ഇടപ്പള്ളിയിലെ ഒബ്രോൺ മാളിലാണ് ഫിനിഷിംഗ് പോയിന്റ്. പക്ഷേ ഓരോ ക്ലൂവും കണ്ടെത്തി അവിടെ എത്തുക നിസ്സാര കാര്യമല്ല. ഇതാ ഇവിടെ ഒരു രാജാവ് നിൽക്കുന്നു. ഇത് മറ്റൊരു ക്ലൂ ആണ്. ഇവിടെ വന്ന മത്സരാർത്ഥികൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുള്ള ആൻസർ പറയുമ്പോൾ ഞാൻ ഈ സീല് അവർക്ക് പതിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ അത് അവർ ഈ ആൻസർ കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ സീല് കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇവിടെ വരുന്ന ചോദ്യം എന്ന് പറഞ്ഞത് 99ാമത്തെ റിപ്പബ്ലിക് ഏത് വർഷത്തിലായിരിക്കും? ഇന്നിപ്പോൾ 2010 ആണല്ലോ. ഇപ്പോൾ നമ്മൾ 61ാമത്തെ റിപ്പബ്ലിക് ആഘോഷിക്കുന്നു. 2010 61ാമത്തേതാണെങ്കിൽ 99ാമത്തെ റിപ്പബ്ലിക്കിലെ ഏത് വർഷത്തിലായിരിക്കും നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് മാത്രമാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ആൻസർ ഇല്ല. ദിസ് 99th റിപ്പബ്ലിക് ഡേ 2049. താങ്ക് യു. ഒബ്രോൺ മോളിൽ നിരവധി ഗെയിമുകളും ട്രഷർ ഹണ്ടിങ്ങിന്റെ ഭാഗമായി നടത്തിയിരുന്നു. ഇത് നമ്മുടെ ട്രഡീഷണൽ കാറ്റ് വാക്ക് തന്നെ. പക്ഷേ ആകാരവടിവ് അളക്കാനല്ല, മറിച്ച് ബ്യൂട്ടിഫുൾ ഹെൽമെറ്റിനായിട്ടുള്ള മത്സരമാണിത്. ട്രഷർ ഹണ്ടിങ് എന്ന ഈ ബൈക്ക് റാലി നൽകുന്ന ആനന്ദം മറച്ചുവെക്കാൻ ഈ യുവാക്കൾക്ക് ആകുന്നില്ല. No, the experience was awesome, definitely, because it was on the Republic Day, and it was pretty adventurous also because we had to find those clues. So it was pretty exciting. It was a nice round around the city. I guess we learned a lot of new places in Kochi. That was nice about it. കണ്ടുപിടിക്കുന്നതിൽ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്രൂസ് എല്ലാം വളരെ ട്രിക്കായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. Yeah, like in 22 years I'm in Cochin, and first time I'm rounding Kochi for the 6 times or more. So it was awesome thing. ഇവിടെ ആദ്യം എത്തിച്ചേർന്ന ആളാണ് മത്സരത്തിൽ വിജയിച്ചതെന്ന് പറയുന്നെങ്കിലും നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവരെല്ലാം വിജയികളാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിശാഖ് വാര്യർക്കൊപ്പം മനു ആനന്ദ്. എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ.